എല്ലാവരും ഇപ്പോൾ പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആയതിൽ വിഷമിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ബീറിഷ് മാർക്കറ്റുകളാണ് നമ്മൾ പോർട്ട്ഫോളിയോ റീബാലൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ സമയത്ത് ബാഡ് സ്റ്റോക്കുകളെ തൂക്കിയെടുത്ത്, ലോസ് ആണെങ്കിലും തൂക്കിയെടുത്ത് അങ്ങടെ പുറത്ത് കളഞ്ഞ് നല്ല സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ. ഇവന്റ് നടക്കുമ്പോൾ എനിക്ക് ട്രേഡിംഗ് അത്ര സെറ്റ് ആവാറില്ല. സുനിലിന്റെ പ്ലാൻ എന്താണ്? ഒരു 3, 4, 5 സെറ്റപ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ട്രേഡ് പുഷ് ചെയ്യും. ഇല്ലേ ഈ സെറ്റപ്സിലൊന്നുമല്ല മാർക്കറ്റ് വരുന്നതെങ്കിൽ. അങ്ങനെ നമ്മുടെ മാർക്കറ്റിൻ്റെ വലിയൊരു കറക്ഷന് ശേഷം ചെറിയൊരു ബൗൺസ് ബാക്ക് 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ നിർമ്മലാജി ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ചുമന്ന സാരി ഉടുത്താണോ പച്ച സാരി ഉടുത്താണോ വരുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ചുമന്ന സാരി ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ചുമക്കാനും, പച്ച സാരി ആണെങ്കിൽ പച്ചപ്പായിരിക്കും. ഇത് വിശ്വസിന് ആരെങ്കിലും ട്രേഡർക്ക് സാരി നോക്കിയിട്ടല്ല, ഇനിയിപ്പോൾ എന്ത് കൊണ്ടുവന്നാലും ഇനി പച്ച സാരി ആണെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ ടഫാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ബൗൺസ് ബാക്ക് ചെയ്തു. അപ്പോൾ അതിന് RBI ഒരു 1.5 ലക്ഷം കോടി രൂപ നമ്മുടെ എക്കണോമിയിലോട്ട്, ബാങ്കുകളിലോട്ട് ഇഞ്ചെക്ട് ചെയ്തു ലിക്വിഡിറ്റി ആയിട്ട്. അതിൻ്റെ ഒരു ബൗൺസ് ബാക്കാണ് കണ്ടത്. ഈ തവണത്തെ ബഡ്ജറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിർമ്മലാജി ബഡ്ജറ്റ് അവതരിപ്പിച്ച് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് ഇങ്ങനെ കുറേ റൂമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ റൂമേഴ്സൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അടച്ചിട്ട റൂമിൽ വളരെ രഹസ്യാത്മകമായിട്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. പത്രക്കാർക്ക് പോയിട്ട് ആർക്കും തന്നെ ഇതിൻ്റെ ഒരു ന്യൂസ് പുറത്തു വിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റൂമേഴ്സിനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത്തവണ എല്ലാവരും മാർക്കറ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം സംഭവിക്കണം. ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12% നിന്ന് തിരിച്ച് 10%-ലോട്ടാക്കണം. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജസ്, STT എന്ന് പറയുന്ന ചാർജസ് ഒഴിവാക്കണം. ഈ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ബുള്ളിഷ്നെസ് ബഡ്ജറ്റ് കൊണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി മൂന്നാമത് പറന്ന് നടക്കുന്ന ഒരു റൂമറുണ്ട്, ഇൻകം ടാക്സ് സ്ലാബ് 15 ലക്ഷത്തിലോട്ട് മാറ്റും എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കറൻ്റ്ലി 15 ലക്ഷം ഇൻകം ടാക്സ് ഉള്ള ആൾക്കാർക്ക് 30% ടാക്സാണ് ഉള്ളത്. അവരെ വരെ ഫ്രീ ആക്കും എന്ന് പറഞ്ഞ റൂമേഴ്സ് റിയലിസ്റ്റിക് അല്ല. 10 ലക്ഷം പോലും റിയലിസ്റ്റിക് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു ഹൈക്ക് ഉണ്ടാകും എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. വലിയൊരു ബോംബ് നമ്മുടെ ബഡ്ജറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ബഡ്ജറ്റിനാണ് പൊട്ടിക്കോളൂ, അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇങ്ങനെയുള്ള കറക്ഷൻസ് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളൊരു കിംവദന്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ബഡ്ജറ്റിൽ എപ്പോഴും സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേ സ്പെഷ്യൽ ഡേ ആണ്. വലിയ മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും. എല്ലാവരും ഒരു വർഷത്തെ തീരുമാനങ്ങളല്ലേ. അപ്പോൾ ആ ദിവസം നല്ല രീതിയിലുള്ള ട്രേഡുകൾ കുറച്ച് എക്സ്പീരിയൻസ് ആയുള്ള ആൾക്കാർക്ക് കിട്ടും. അതിനകത്ത് ഒരു ഡൗട്ടും നമുക്ക് വേണ്ട. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് കൂടെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2020, 2021, 2022, 2023, 2024, 5 ബഡ്ജറ്റിൻ്റെ ഇൻട്രാഡേ ചാർട്ട്സ്, തലേ ദിവസത്തെ ചാർട്ട്സ്, പിറ്റേ ദിവസത്തെ ചാർട്ട് അനാലിസിസ് ചെയ്ത് ഏതെങ്കിലും റിപ്പീറ്റഡ് പാറ്റേൺ ഈ തവണ വരികയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഏത് പാറ്റേൺ ആണെങ്കിലും നമ്മുടെ സ്ട്രക്ചറിലുള്ള പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ആ ട്രേഡ്സ് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഡോക്യുമെൻ്റ് ഈ വീഡിയോയുടെ താഴത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിങ്കായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ബഡ്ജറ്റിൽ ഗവൺമെൻറ് എന്തൊക്കെ കൊണ്ടുവരും എന്നുള്ളതാണ്. നമുക്കറിയാം GST, ഡിജിറ്റൽ എക്കണോമി, ഈ 2 പോളിസീസും നമ്മുടെ ഏണിങ്സിനെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കൂടുതലായിട്ട് വരുന്നു. അതിനുശേഷം വീണ്ടും റിയൽ ഏണിങ്സിലോട്ട് നമ്മുടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി വന്നു കഴിഞ്ഞപ്പോൾ എക്കണോമിക്ക് ആ ഒരു ബൂമില്ല. 6.5-ൻ്റെ താഴത്തോട്ട് നമ്മുടെ എക്കണോമി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്കണോമി ഒരു 7.5, ചില സമയത്ത് 9% വരെയൊക്കെ വളർന്നിരുന്നു. ഇതിൻ്റെ വളർച്ച കുറയുമ്പോൾ മറ്റ് പല പ്രോബ്ലംസും തലപൊക്കി വരും. ഒരു 9% വളരുകയാണെങ്കിൽ അതൊന്നും ഒരു പ്രോബ്ലമേ ആവില്ല. പക്ഷെ വളർച്ച കുറയുകയാണെങ്കിൽ മറ്റ് പല പ്രോബ്ലംസും വരും. ഏറ്റവും വലിയ പ്രശ്നം ഇൻഡിവിജ്വൽ ഡെപ്റ്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഏറ്റവും വലിയ കടം, ഇൻഡിവിജ്വൽ ഡെപ്റ്റ് ഏറ്റവും ഹയസ്റ്റ് റേറ്റിൽ നിൽക്കുന്നത് ഇപ്പോഴാണ്. അത് വലിയൊരു ഫിയർ ഫാക്ടറാണ്. ഇതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എങ്കിൽ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിന് അതൊരു വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബാങ്കിങ് സെക്ടർ റൈറ്റ് വാല്യുവേഷനിലാണെങ്കിലും ഒരു 1.5-2 വർഷമായിട്ട് വലിയ കാര്യമായിട്ടുള്ള ഒരു അപ്രാലിയിലോട്ട് ബാങ്കിങ് സെക്ടർ പോവാത്തത്. ഈ പൊതുക്കടം, ഈ ഇൻഡിവിജ്വൽ ഡെപ്റ്റ് ഒരു വലിയ ഒരു
പ്രോബ്ലമാണ്. കാരണം ആളുകൾ ലോൺ റീപേയ്മെൻറ്റിനൊക്കെ ഇത് വലിയ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറച്ച് കിട്ടണം. അത് കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിങ്ങൾ ആലോചിച്ച് 10 നിന്ന് 12 കൊണ്ടുവന്ന് വെച്ചു. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഉറപ്പാണ് അത് 15 ആക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് അല്ലേ? അല്ലാതെ 15 അല്ല 10 അല്ല അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 15 ആയിട്ട് ചിലപ്പോൾ അടുത്ത ഈ ബഡ്ജറ്റിലല്ല, ഇത് കഴിഞ്ഞിട്ട് വരുന്ന ബഡ്ജറ്റിൽ ഒരു പക്ഷേ കൂട്ടിയേക്കാം. അല്ല പ്രത്യേകിച്ച് നമ്മളൊരു അത്ഭുതമൊന്നും ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയാണ് ബഡ്ജറ്റ്. അന്ന് മാർക്കറ്റ് ഓപ്പൺ ആണ്, നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ സുനിൽ പറഞ്ഞ പോലെ വലിയ മൂവ്മെൻറ്റ്സ് വരുന്ന സമയങ്ങളാണ് ബഡ്ജറ്റ് ഡേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ തകർക്കണം. ഒരു സൈഡിൽ ടി വി വെക്കുന്നു, നിർമ്മലാജി എന്ത് പറയുന്നു എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, മറ്റേ സൈഡിൽ ചാർട്ട് വെക്കുന്നു, ഇപ്പോഴത്തെ ട്രേഡിംഗ് ടെർമിനൽ വെക്കുന്നു. അത് ഒരു രസമായിട്ടുള്ള ഫീൽ തന്നെയാണ്. അതെ. അപ്പോൾ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ചാർട്ടൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് മാത്രമേ അവർ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അതുപോലെ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവൻറ്റ് നടക്കുമ്പോൾ എനിക്ക് ട്രേഡിങ് അത്ര സെറ്റ് ആവാറില്ല. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്ന് ഇവൻറ്റിൽ എന്താണെന്ന് കാണാണ് ചെയ്യാറ്. സുനിലിൻ്റെ പ്ലാൻ എന്താണ്? ഞാൻ ഒരു 3, 4, 5 സെറ്റപ്പ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ട്രേഡ് പുഷ് ചെയ്യും. ഇല്ലേ ഈ സെറ്റപ്സിലൊന്നുമല്ല മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാനും ട്രേഡ് ചെയ്യാതിരിക്കും. കാരണം നമുക്ക് അറിയില്ലാത്തൊരു സാഹചര്യത്തിൽ പോയിട്ട് വെറുതെ പണി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ഐഡിയയും നമുക്ക് ഇല്ല എന്നുള്ളതാണ് അല്ലേ? കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഇപ്പോൾ RBI റിപ്പോ റേറ്റ് അൺചേഞ്ച്ഡായിട്ട് വെക്കുകയാണെങ്കിൽ ഗ്രാജുവലി ഇന്ത്യൻ മാർക്കറ്റ് അപ്പാകാറുണ്ട്. അപ്പോൾ അതുപോലെ ബഡ്ജറ്റിൻ്റെ ഒരു കോമൺ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞൊരു 10-15 ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോൾ ബഡ്ജറ്റിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിൽ അത് മാർക്കറ്റ് ഡൗൺ സൈഡിനാണ് എപ്പോഴും സാധ്യത വരാറ്. എന്നാൽ ബഡ്ജറ്റിൽ ചെറിയ കാര്യമാണെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസവും അടുത്ത ദിവസവും ഒരു ചെറിയൊരു അപ്സൈഡ് എപ്പോഴും മാർക്കറ്റ് റെഗുലർലി കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഓൾറെഡി ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് ഭയങ്കര ടാക്സ് ടെററിസം എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞൊരു 6 മാസമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ റെഗുലർലി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ പഴംപൊരിക്ക് വരെ ടാക്സാണ്, പോപ്കോണിന് തന്നെ GST ആണ് എന്നുള്ള രീതിയിലുള്ള ടോക്ക് വന്നിട്ട് നമ്മൾ ഈ ടാക്സ് ടെററിസത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ കാര്യത്തിൽ പ്രതിപക്ഷം വിജയിച്ചിട്ടുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് പല കാര്യങ്ങളിലും അവർ വിജയിച്ചിട്ടില്ലെങ്കിലും ടാക്സ് ഹൈ ആണെന്ന് പ്രചരിപ്പിക്കാൻ അവർക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അത് ടാക്സ് ഹൈ ആയതുകൊണ്ടുകൂടിയാണ് കേട്ടോ. അതൊരു പ്രചരണം എന്ന് പറയാൻ പറ്റില്ല, സത്യം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ് അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു മിനുക്ക് മണി ഒരു പക്ഷേ ബഡ്ജറ്റിൽ വെച്ചേക്കാം. അതൊരു അല്ലേ ആദായ നികുതിയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ടോ? GSTയിൽ വലിയ മാറ്റമൊന്നും വരുത്തുന്നല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കണ്ണിപ്പൊടിയിടാനുള്ള കാര്യങ്ങളെങ്കിലും വെച്ചേക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പെർമനൻറ്റ് ട്രെൻഡ് റിവേഴ്സലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. കാതലായിട്ടുള്ള ശക്തമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ വരാതെ ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% കുറയ്ക്കുക, അല്ലെങ്കിൽ STT ഒഴിവാക്കുക, ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നടപടി വരാതെ ഒരിക്കലും ഈ ബഡ്ജറ്റിൽ നമുക്ക് ആഫ്റ്റർ ദാറ്റ് ഒരു റെഗുലർ ഈ ഒരു ബഡ്ജറ്റ് ഡേ ഒരു റിവേഴ്സൽ ഡേ ആകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ബീറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ്. ഇതെൻ്റെ പേഴ്സണൽ വ്യൂ മാത്രമാണ്. കാരണം ഒക്ടോബറിൽ നമ്മൾ ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ, ഒക്ടോബറിലും നവംബറിലും നമ്മൾ ചെയ്ത എല്ലാ പോഡ്കാസ്റ്റുകളിലും നമ്മുടെ ഇന്ത്യൻ വാല്യൂവേഷൻ ഹൈ ആണെന്നും ഒരു കറക്ഷൻ വരുന്നുണ്ടെന്നും ഒരു കറക്ഷൻ ഒരു പക്ഷേ മാർച്ച് വരെ നീണ്ടു പോകുമെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നെഗറ്റീവ് മാത്രമേ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നുള്ളൂ. നമ്മൾ ബീറിഷാണ്, ഇത്രയും ബീറിഷായിട്ട് നിങ്ങൾ ആൾക്കാരെ പേടിപ്പിക്കുകയാണ് എന്നൊക്കെ കമൻറ്റുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സുനിൽ അന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുറേ സ്റ്റോക്കുകൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ നമ്മൾ കൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട്. ഞാൻ ഇപ്പോഴും വാല്യുവേഷൻ ഹൈ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Q3 റിസൾട്ടുകൾ ഒന്നും അത്ര വലിയ അടിപൊളിയല്ല. ഫൈൻ. അപ്പോൾ IT സെക്ടറാണ് നമ്മൾ പറഞ്ഞത്. IT US കൂടെ താഴ്ത്തോട്ട് വന്നെങ്കിലും 2 ദിവസം IT സെക്ടേഴ്സ് തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഡീപ് സീക്ക് ആണ് ശരിക്കും ഇപ്പോൾ വലിയൊരു ചലനം US മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തിന് ഡീപ് സീക്ക് വന്നത് ഒരു ഉത്തേജനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ബഡ്ജറ്റിൻ്റെ കൂടെ നമ്മൾ കാണേണ്ട കാര്യമാണ്. കാരണം
ജെൻ എ ഐ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ എയിലോട്ട് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ എ ഐയിലോട്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ChatGPT ഒന്നും അല്ലാത്തൊരു AI സിസ്റ്റം വേണം. നമുക്കും US എന്താ തരുന്നത്? റേഷൻ വിഹിതത്തിലാണ് GPU ഗ്രാഫിക്സ് കാർഡുകൾ തരുന്നത്. കാരണം ഒരിക്കലും ഇന്ത്യയോ ചൈനയോ അമേരിക്കനോ ഓവർകം ചെയ്ത് ഇവിടുത്തെ കമ്പനികൾ ഈ Web 3 കടക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലോട്ട് കടക്കുമ്പോൾ ഗൂഗിളിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ മുകളിൽ പോകരുത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള അജണ്ട US-നുണ്ട്. അതുകൊണ്ട് തന്നെ NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡുകൾ നമുക്ക് കിട്ടാൻ വലിയ പ്രോബ്ലമാണ് ഇന്ത്യയിൽ. ചൈനയ്ക്ക് കൊടുക്കാനേ പാടില്ല എന്നുള്ള നയമൊക്കെയാണുള്ളത്. അത് അവിടെ നിന്നാണ് ഒരു ചെറിയൊരു കമ്പനിയാണ് വളരെ കുറച്ച് കാലഘട്ടത്തിൽ കൊണ്ട് തന്നെ ChatGPTനെ ഓവർകം ചെയ്യുന്ന വേൾഡിലെ ബെസ്റ്റ് AI ടൂളുമായിട്ട് വന്നത്. അപ്പോൾ ഒരു ചെറിയ കമ്പനിക്ക് പോലും നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ഇത്തരത്തിലൊരു AI ഉണ്ടാക്കാം എന്നുള്ളത് ഒരു പുതിയ അറിവല്ലെങ്കിലും അത് ഒരു ഉത്തേജനമാണ് ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് അടുത്ത ലെവലിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇന്ത്യൻ കമ്പനികൾ AI-യുമായിട്ട് രംഗപ്രവേശനം വരാനുള്ള സാധ്യത അടുത്ത 1.5 വർഷത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പാക്കേജുകൾ കൂടി, ഒരു AI പാക്കേജ് കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ തലവര മാറ്റാൻ ഒരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 150 കോടി ജനങ്ങളുടെ ഡാറ്റ നമ്മുടെ രാജ്യത്തുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ശക്തി അല്ലേ? അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നിർമ്മലാജിക്ക് ആ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു IAS-കാരനോ IFS-കാരനോ പുള്ളിക്കാരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് നമുക്ക് അയച്ചു കൊടുക്കാം. നമുക്ക് മാർക്കിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഏതൊക്കെ സെക്ടേഴ്സിനാണ് ഹൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ്? ഇപ്പോൾ അവരുടെ പ്രൊജക്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്കത് കുറച്ച് പറയാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കേണ്ടത് പ്രകടന പത്രിക തന്നെയാണ്. അവർ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, റെയിൽവേ നെറ്റ്വർക്ക് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പാണല്ലോ എല്ലാ ബഡ്ജറ്റിലും റെയിൽവേക്ക് അതിൻ്റേതായ വിഹിതം വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളിൽ ആ ഒരു വിഹിതം നമുക്ക് കാണാം. അപ്പോൾ ആ സ്റ്റോക്കുകളിൽ ഒരു സിമുലേഷൻ പാക്കേജസോ അല്ലെങ്കിൽ കൂടുതൽ പ്രോജക്ട്സോ ഒക്കെ വന്നേക്കാം. രണ്ടാമത്തെ, ഡിഫൻസ് സെക്ടറിൽ നമുക്ക് മുന്നോട്ട് പോയേ സാധിക്കും. ഈ AI ഒക്കെ അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നോളജികൾ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. 5ാം തലമുറ എയർക്രാഫ്റ്റുകൾ നമുക്ക് ഇതുവരെ ആയിട്ടില്ല. ചൈനയും അമേരിക്കയും ടർക്കി വരെയും 5ാം തലമുറ സ്റ്റെൽത്ത് ടെക്നോളജിയിലുള്ള എയർക്രാഫ്റ്റുകൾ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കും നോക്കി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കും നമ്മുടേതായ ടെക്നോളജി. അപ്പോൾ അവിടെയൊക്കെ HAL പോലുള്ള BHEL പോലുള്ള പല കമ്പനികൾക്കും ഇത്തരത്തിലുള്ള കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനും റിസർച്ചിലോട്ട് പോകാനും ഒക്കെ DRDO ഒക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള റിസർച്ചിലോട്ട് പോകാനുള്ളൊരു പാക്കേജസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫൻസും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സെക്ടർ തന്നെയാണ്. പിന്നീട് നമ്മൾ പരിഗണിക്കേണ്ട സെക്ടർ സോളാറും അതുപോലെ തന്നെ ഗ്രീൻ എനർജി സെക്ടേഴ്സാണ്. അവിടെ ആ ഒരു ബൂസ്റ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവിടെ ഒരു വലിയ വാല്യൂ കറക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കേജ് വരികയാണെങ്കിൽ ആ കറക്ഷന് ശേഷം ആ സെക്ടറുകളിൽ ചിലപ്പോൾ ഒരു ബുള്ളിഷ്നെസ് നമ്മൾ കാണാനായിട്ട് പറ്റും. എനിക്ക് ഈ ടെക്നിക്കലി നോക്കിക്കഴിയുമ്പോൾ ഇലക്ഷൻ്റെ സമയത്താണ് മാർക്കറ്റ്, ഇലക്ഷൻ്റെ ആ ഒരു റിസൾട്ട് വന്ന സമയത്താണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് അതേപോലെ തിരിച്ചു കയറി ആ ഒരു റാലിയിലാണ് 26,000 വന്നത് മാർക്കറ്റ് നിന്നത്. അതിനുശേഷം ഇപ്പോൾ ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് കുറച്ച് നാൾ മുമ്പ് മാർക്കറ്റ് വളരെ വലിയൊരു കറക്ഷൻ നേരിടാണ്. അപ്പം ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചെറിയൊരു ബൗൺസ് ബാക്ക് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി ബഡ്ജറ്റിൽ എന്ത് വരുമെന്നുള്ള ഇൻ്റലിജൻസ് മാർക്കറ്റ് അതിന് മുൻപേ കാണിച്ച് തുടങ്ങുമെന്നാണ്. മാർക്കറ്റിന് ഒരു ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ അത് വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഓരോ തവണ ഇപ്പോൾ നിൽക്കുന്ന ഇത്തിരി താഴെ വരുമ്പോഴേക്കും എവിടെ നിന്നൊക്കെ ഒരു ബുള്ളിഷ്നെസ് വരുന്നു. ഒരു ഇച്ചിരി മുകളിൽ പോകുമ്പോഴേക്കും അവിടെ നിന്നൊക്കെ ഒരു ഷാർപ്പ് സെല്ലിങ്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി 2.5% അപ്പായിട്ട് അവിടെ നിന്ന് 1% കറക്റ്റ് ചെയ്യുന്നത് കണ്ടു. നിഫ്റ്റി അതേപോലെ തന്നെ ഷാർപ്പ് കറക്ഷൻ. അപ്പോൾ താഴെ വരുന്നു, അവിടെ നിന്ന് ആരൊക്കെയോ ഫും എന്ന് പറഞ്ഞിട്ട് മുകളിൽ പോകുന്നു, മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു അതേ സ്പീഡിൽ താഴെ വരുന്നു. അപ്പോൾ ഇത് എന്തിനുള്ള സിമ്പിളാണ്? ഇതൊരു പ്യുവർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ടുള്ളതിൻ്റെ സിമ്പിളാണ്. ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ആക്ച്വലി നടക്കുന്നത്. വീക്കിലി ചാർട്ടുകളിൽ പോലും ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ റീടെസ്റ്റുകളൊക്കെ വന്നാലും അൾട്ടിമേറ്റ്ലി ട്രെൻഡ് ബീറിഷാണ്. ആ ട്രെൻഡ് റിവേഴ്സൽ നടക്കാത്തോളം കാലം നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരണം. എനിക്ക് തോന്നുന്നു അത് വരില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ ബഡ്ജറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം, ഇനി മുതൽ ഗോൾഡ് സോവറിൻ ബോണ്ട് ഉണ്ടാവില്ല. ഗവൺമെൻറ് ഇനി മുതൽ ഗോൾഡ് സോവറിൻ ബോണ്ട് ഉണ്ടാവില്ല.
അതായത് ലോകത്തൊരു രാജ്യവും ഗോൾഡിനെ ഷോർട്ട് ചെയ്യില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് സോവറിൻ ബോണ്ട് വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ബയേഴ്സും RBI സെല്ലേഴ്സുമാണ്. ഏതെങ്കിലും കാലത്ത് RBIക്ക് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പൈസ എടുത്ത് ഉപയോഗിച്ച് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഗോൾഡ് സോവറിൻ ബോണ്ടിൻ്റെ യഥാർത്ഥത്തിലുള്ള ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടാവുള്ളൂ. ഇവരെന്ത് ചെയ്യുന്നു? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു, 2.5% റിട്ടേണും കൊടുക്കുന്നു, ഗോൾഡിൻ്റെ വർധനവും കൊടുക്കുന്നു. ഓൾറെഡി ഗോൾഡ് ഷോർട്ട് ചെയ്യുന്നതേ നഷ്ടമാണ് ഗവൺമെൻറ്റിന്, പ്ലസ് 2.5% കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗോൾഡ് സോവറിൻ ബോണ്ട് ഗവൺമെൻറ്റിന് വലിയ ബാധ്യതകൾ ഒരു പക്ഷേ ഉണ്ടാക്കി വെച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഗോൾഡ് സോവറിൻ ബോണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഗോൾഡ് ബീസ് ആണ് താരമല്ലേ? അതെ, ഇനിയിപ്പോൾ ഗോൾഡ് ബീസ് മാത്രമേ. 52-ലാണ് ഞാൻ ഗോൾഡ് ബീസിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്ക് 67 വരെ അത് എത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രമാണ് ലാസ്റ്റ് ഗോൾഡ് സോവറിൻ ബോണ്ട് വന്നത്. ഇപ്പോൾ ഒരു വർഷം ഇതുവരെ വന്നിട്ടില്ല. ഇനിയും പ്രതീക്ഷിക്കേണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിനി ബഡ്ജറ്റിന് വേണ്ടി കാത്തിരിക്കാം. February 1 കഴിഞ്ഞിട്ടാണ് നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽസ് ബഡ്ജറ്റിനെ കുറിച്ച് പറയാൻ പറ്റും. ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, വലിയ പ്രതീക്ഷയും വേണ്ട. പക്ഷെ പറയാൻ പറ്റില്ല. സുനിലിന്റെ വാക്ക് അവസാനത്തെ വാക്കൊന്നുമല്ല. ചിലപ്പോൾ നിർമ്മലാജി എന്തെങ്കിലുമൊക്കെ കരുതി വന്നിട്ടുണ്ടാവും. നിർമ്മലാജി കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്ത പോലെ 2018 ആണോ 19 കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്ത പോലെ ആ ഒരു സർപ്രൈസ് മൂവ്മെന്റ്സ് നടത്തുകയാണെങ്കിൽ ഞാനും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അതെ, എനിക്ക് 1000 പോയിന്റ് ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്യും. 1200 പോയിന്റ് മൂവ് ചെയ്തതാണ്. അന്നൊക്കെ ബയ്യേഴ്സ് ഒക്കെ 30% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ടാക്സ് 24-25% കുറച്ചു. ചിലപ്പോൾ ഈ ഒരു ടാക്സ് ടെററിസം പ്രതിപക്ഷം പറയുന്നതുകൊണ്ട് തന്നെ നിർമ്മലാജി അല്ലെങ്കിൽ അവർക്കൊരു ഇതുണ്ടായി അവര് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ വർഷം കുറയ്ക്കണോ അതോ അടുത്ത വർഷം കുറയ്ക്കണോ? ഇലക്ഷന് സമയത്ത് അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഈ വർഷം പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനും വരാനില്ല. പക്ഷെ പ്രതിപക്ഷത്തിന് വായി ഇത്രയെങ്കിലും അടയ്ക്കാനായിട്ട് അവർ ശ്രമിക്കില്ലേ? അല്ല, എന്ത് കാര്യമുണ്ട്? ഇലക്ഷൻ വരുന്നതിന് തൊട്ടുമ്പോ ചെയ്താൽ മതിയില്ലേ? ഈ ബഡ്ജറ്റിലല്ല, അടുത്ത ബഡ്ജറ്റിൽ കാതലായിട്ടുള്ള ഒരു മാറ്റം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മിനുക്കുമണികൾ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും ആ ഒരു ഡേയിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കാരണം ഇവന്റ്സിൽ ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയോ? ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കോർപ്പറേറ്റിന് അനുകൂലമായിട്ടുള്ള കുറേ പദ്ധതികൾ ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ അത് ചിലപ്പോൾ മാർക്കറ്റിന് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്സിന് ചിലപ്പോൾ ചില കമ്പനികൾക്ക് ചില സെക്ടേഴ്സിന് അവർ ബൂം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇൻഡെക്സിലൊരു വലിയൊരു ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് തന്നെയാണ്. ഗവൺമെൻറ്റിന് ബാങ്കുകളുടെ ലിക്വിഡിറ്റി ഇല്ലായ്മയിൽ വലിയ പേടിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1.5 ലക്ഷം കോടി രൂപ ലിക്വിഡിറ്റി പമ്പ് ചെയ്തു. ഇതിന് മുൻപും ഗവൺമെൻറ് ഈ പമ്പ് ചെയ്തിട്ടുണ്ട്. കറൻസിയുടെ റേറ്റ് കുറയുന്നു, അത് വലിയൊരു പ്രോബ്ലമാണ്. അതിനെ പിടിച്ചു നിർത്താൻ ഗവൺമെൻറ്റിന് സാധിക്കണം. അതുപോലെ തന്നെ ഈ AI ടെക്നോളജി ഇംപ്രവൈസ് ചെയ്യാൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ബഡ്ജറ്റിൽ പ്രത്യേക ഹെഡുകളിൽ മാറ്റി നമ്മൾ ഫോക്കസ് ചെയ്യണം. ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ അമേരിക്ക രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു നിരോധനം ഇന്ത്യയോട്, ഇത് ഒരു പക്ഷേ ചിപ്പ് മേഖലയിൽ ഇന്ത്യ കൂടുതൽ പാക്കേജസ് മാറ്റിവെക്കാനും അത്തരത്തിലുള്ള കമ്പനികൾക്ക് കൂടുതൽ ബൂസ്റ്റ്, സെമി കണ്ടക്ടേഴ്സ് കമ്പനികൾക്ക് ബൂസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. പല കമ്പനികളും ഈ കറക്ഷനിൽ നല്ല കറക്ഷനിലോട്ട് പോയിട്ടുണ്ട്. ഡിക്സൺ ഉൾപ്പെടെയുള്ള പല കമ്പനികളും ഒരു പക്ഷേ ഇതിന് ശേഷം ഒരു റാലി നടത്താനുള്ള സാധ്യത. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ചിപ്പ് തരാതിരുന്നാൽ നമുക്ക് അത് സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടേ? അപ്പോൾ അവിടെ ഒരു പാക്കേജ് നമ്മൾ കൂടുതൽ ഈ ബഡ്ജറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇൻഡെക്സിൽ ഓപ്ഷൻസ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. പ്രോപ്പറായിട്ട് ഇപ്പോൾ പോർട്ട്ഫോളിയോ ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എന്തോ ആഡ് ചെയ്യണം അല്ലേ? എല്ലാവരും ഇപ്പോൾ ആഡ് ചെയ്യാൻ ഞാൻ വരെ ആഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കണം. അതെ, അപ്പോൾ എനിക്കോട് ഇന്ന് പല സ്റ്റോക്കുകൾ 5%, 6% കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആഡ് ചെയ്യായിരുന്നു. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. അത് വരണം നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പീസ് 3-1 4 വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് തുടങ്ങാതാണ്. പക്ഷേ ബഡ്ജറ്റ് കൂടി കഴിയട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൗൺസ് ബാക്ക് ടെമ്പററി ഉള്ള ടെക്നിക്കലി സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 20,800 21,700 റേഞ്ച് വരെയെങ്കിലും ഒരു കറക്ഷൻ. ഇതിനു മുമ്പത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് മാർച്ച് പകുതിയോടുകൂടി മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാർച്ചാണ് ഞാൻ റിക്കവറിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി ഒരു 6 ഒരു ചെറിയ ബീറിഷ്നെസ്സോ ആയിട്ട് പോയിട്ട് മാർച്ച് സെക്കൻഡ് ഹാഫോട് കൂടി അടുത്ത മാർക്കറ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്യുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, എല്ലാവരും ഇപ്പോൾ പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആയതിൽ വിഷമിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എൻ്റെയൊക്കെ നോക്കാതിരിക്കുക.
അത് ഞാൻ ഷെയർ ചെയ്യണം, കാരണം അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. കാരണം എനിക്കും പോർട്ട്ഫോളിയോയിലെ ലോസ് ആണ്. അതെ, അതായത് 10% പ്രോഫിറ്റിൽ നിന്ന് എൻ്റെ പോർട്ട്ഫോളിയോ 7% എത്തിയിട്ടുള്ളൂ. 10%-ന് കറക്ഷനാണ് പീക്ക്. അതെ, അത്ര. അതായത് ലോസ്, പ്രോഫിറ്റ് തീർന്ന് ലോസിലേക്ക് അത് പോയി എന്നുള്ളതാണ്. സിൽബി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന IT ബാങ്ക് സെക്ടറാണ്. കറക്ഷൻ വന്നു എന്നുള്ളത്. അതെ, അതെ. അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കണ്ട, തിരിച്ചു വരും. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ഞാൻ തന്നെ ആസ് എ ഫിൻ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു ഇത് ഇപ്പൊ ആ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ, റോങ് സ്റ്റോക്കുകളാണോ നല്ല സ്റ്റോക്കുകളാണോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ളതെന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. അതായത് ബുള്ളിഷ് ആകുമ്പോൾ വഴി പോകുന്ന എല്ലാവരും ബുള്ളിഷ് ആയിരിക്കും. നമ്മൾ SLC എക്സാം പാസ്സാകുമ്പോൾ മഴയത്ത് കയറി നിന്നാലും പാസ്സാവുമെന്ന് പറയുന്ന പോലെ ബുള്ളിഷ് മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കുകളും ബുള്ളിഷ് ആവും. അപ്പോൾ നല്ല സ്റ്റോക്ക് ഏതാണ് ബാഡ് സ്റ്റോക്ക് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ ബീറിഷ് മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകൾ പിടിച്ചു നിൽക്കും. കറക്ഷൻ ഉണ്ടാവില്ല എന്നല്ല, 5 to 10% കറക്ഷൻ ഉണ്ടാവും. എന്നാൽ നല്ല സ്റ്റോക്കുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ബീറിഷ് മാർക്കറ്റുകളാണ് നമ്മൾ പോർട്ട്ഫോളിയോ റീബാലൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ സമയത്ത് ബാഡ് സ്റ്റോക്കുകളെ തൂക്കിയെടുത്ത്, ലോസ് ആണെങ്കിലും തൂക്കിയെടുത്ത് അങ്ങോട്ട് പുറത്ത് കളഞ്ഞ് നല്ല സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ റിയൽ വാല്യുവേഷനിലേക്ക് എല്ലാ സ്റ്റോക്കും വരികയാണ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ചില ആൾക്കാർക്ക് ഇങ്ങനെ സ്റ്റോക്ക് ഒഴിവാക്കാൻ മടിയുണ്ട്. ബ്രേക്ക് ഈവൻ സിൻഡ്രോം എന്ന് പറയും. അതായത് മേടിച്ച പൈസയെങ്കിലും തിരിച്ചെത്തട്ടെ, പറ്റില്ല എന്നുള്ളൊരു, ഇത് വെറും മണ്ടത്തരാണ് റീറ്റെയിലേഴ്സിന്റെ. ആ സ്റ്റോക്ക് ബീറിഷാണ്, ഇനി അത് തിരിച്ചു തന്നെ എന്തിനാ? തിരിച്ച് വന്നു എന്ന് വിചാരിക്കും. ചിലപ്പോൾ അത് ഒരു 6 മാസം കൊണ്ടായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് അതേ പൈസ കുറച്ചുകൂടി നല്ല സ്റ്റോക്കിൽ ഇടുകയാണെങ്കിൽ 3 മാസം കൊണ്ട് ഇത് 5% കയറുന്ന സമയത്ത് നമ്മൾ പുതിയത് മേടിച്ച സ്റ്റോക്ക് ചിലപ്പോൾ 50% കയറും. തീർച്ചയായിട്ടും. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള ബാഡ് സ്റ്റോക്കുകൾ എടുത്ത് തൂക്കിയിടുക, നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. അപ്പോൾ കമൻറ്റാണ് എനിക്ക് നല്ല സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് പറയൂ സുനിലേ എന്നുള്ളതാണ്. സോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നിങ്ങൾ റിസർച്ച് ചെയ്യാം. IT-യിലും അതുപോലെ തന്നെ ഞാൻ പറയുന്നു സോളാർ സെക്ടറിലാണെങ്കിലും ഗ്രീൻ എനർജി സെക്ടറിലൊക്കെ ആണെങ്കിലും സെമി കണ്ടക്ടേഴ്സ്, അത്തരത്തിലുള്ള സെക്ടേഴ്സിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സെയിൽസ് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്ന, ഏണിങ്സ് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്ന, ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബഡ്ജറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അല്ലേ? അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ഗുഡ് ബൈ.